നമസ്കാരം. ഈസി ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 10th സ്റ്റാൻഡേർഡിന്റെ ഫസ്റ്റ് ചാപ്റ്ററായ അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പൊസിഷൻ ആൻഡ് ടൈം എന്നുള്ള പോർഷന്റെ എക്സസൈസ് പ്രോബ്ലംസ് ആയിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ ഒരു പോർഷനാണ്. നമുക്ക് നമ്മുടെ പോർഷനിലേക്ക് പോകാം. ഓൾജിബ്ര ഓഫ് അരിത്തമാറ്റിക് സീക്വൻസ്. ഒരു അരിത്തമാറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എങ്ങനെയാണ് എഴുതുന്നതിനെ പറ്റിയാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഒരു അരിത്തമാറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എപ്പോഴും xn ഈക്വൽ ടു an പ്ലസ് ബി എന്നുള്ള ഫോമിലായിരിക്കും. ഒരു അരിത്തമാറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ xn ഈക്വൽ ടു an പ്ലസ് ബി എന്നുള്ള ഫോമിലായിരിക്കും. എയും ബിയും എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫിക്സഡ് നമ്പേഴ്സ് ആയിരിക്കും. n എന്ന് പറയുന്നത് ഏത് ടേം ആണോ ആ നമ്പർ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് നേരെ തിരിച്ചു പറയാം. നമ്മൾ പറഞ്ഞു ഒരു അരിത്തമാറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ an പ്ലസ് ബി എന്നുള്ള ഫോമിലായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് കോൺവേഴ്സ് ആയിട്ട് പറയാം, an പ്ലസ് ബി എന്നുള്ള രീതിയിലുള്ള ഏതൊരു സീക്വൻസും ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആയിരിക്കും. അതാണ് ഈ പറഞ്ഞേക്കുന്നത്. ദ ഓൾജിബ്രിക് ഫോം ഓഫ് എനി അരിത്തമാറ്റിക് സീക്വൻസ് ഈസ് ഓഫ് ദി ഫോം xn ഈക്വൽ ടു an പ്ലസ് ബി where a and b are fixed numbers. Conversely, any sequence of the form is an arithmetic sequence. nth term കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. xn ഈക്വൽ ടു x1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. x1 എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്. നമ്മൾ അതിനെ ഇവിടെ f ആയിട്ട് എടുക്കുന്നു. അങ്ങനെയെങ്കിൽ xn ഈക്വൽ ടു പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്ന് എഴുതാം. ഓക്കെ, ഈക്വൽ ടു എഫ് പ്ലസ് ഈ ഡി എ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡി എൻ മൈനസ് ഡി എന്ന് എഴുതി. ഓക്കെ, ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി എന്ന് എഴുതാം. ഈ എഫ് മൈനസ് ഡി എ നമുക്ക് ബി ആയിട്ട് എടുക്കാം. ഓക്കെ, ഈ ഡി എ നമുക്ക് ഇത് രണ്ടും ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഫിക്സഡ് നമ്പേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് എഫ് മൈനസ് ഡി എ നമ്മൾ ബി എന്നെടുത്തു, ഡി എ നമ്മൾ അതും ഒരു കോൺസ്റ്റന്റ് നമ്പർ ആയിരിക്കും. അതുകൊണ്ട് ഡി എ നമ്മൾ എ എന്നെടുത്തു. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞേക്കുന്ന ഈ ഫോമുലായി എന്താ? xn ഈക്വൽ ടു an പ്ലസ് ബി എന്നുള്ള ഫോമുലായി. ഒരു അരിത്തമാറ്റിക് സീക്വൻസിന്റെ nth ടേം എന്ന് പറയുന്നത് an പ്ലസ് ബി എന്നുള്ള ടേമിലായിരിക്കും. അതെങ്ങനെയായി? an പ്ലസ് ബി എന്നുള്ള ഒരു ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഒരു അരിത്തമാറ്റിക് സീക്വൻസിന്റെ, അങ്ങനെയെങ്കിൽ അരിത്തമാറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ആണ് xn ഈക്വൽ ടു an പ്ലസ് ബി എന്നുള്ള ഫോമിലായിരിക്കും. അപ്പോൾ ടെക്സ്റ്റിനകത്ത് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, നമുക്കതൊന്ന് നോക്കാം. ടെക്സ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ ആണ് 19, 28, 37 എന്ന് പറയുന്ന ഒരു അരിത്തമാറ്റിക് സീക്വൻസ്. ഇതിന്റെ 15th ടേം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. 15th ടേം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇതിന്റെ കോമൺ ഡിഫറൻസ് അറിയാം. എന്താ കോമൺ? 28 മൈനസ് 19 എന്ന് പറയുന്നത് 9 ആയിരിക്കും. ഓക്കെ, x15 15th ടേം. എങ്ങനെ x15 കണ്ടുപിടിക്കുന്നത്? x15 ഈക്വൽ ടു ഫസ്റ്റ് ടേം പ്ലസ് അതിന്റെ കൂടെ 14 ടൈംസ് അതിന്റെ ഡിഫറൻസ്, കോമൺ ഡിഫറൻസ് മൾട്ടിപ്ലൈ ചെയ്യും. ഫസ്റ്റ് ടൈം എന്താ? 19 പ്ലസ് 14 ഇൻറ്റു ഡി എന്താ? 9 145 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇതിന്റെ 15th ടൈം നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഇതിന്റെ nth ടൈം ഒന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ഇതിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ nth ടൈം നമുക്ക് കണ്ടുപിടിക്കാം. nth ടൈം എന്ന് പറഞ്ഞാൽ എന്താ? x15th ടൈം x15. അങ്ങനെയെങ്കിൽ nth ടൈം എന്ന് പറയുന്നത് xn ഈക്വൽ ടു ഫസ്റ്റ് ടൈം പ്ലസ് n മൈനസ് 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് ഡി. ഓക്കെ, അതായത് എഫ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാ? 19 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുന്നത് 9 ആണ്. നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കോമൺ ഡിഫറൻസ് 9. ഓക്കെ, 19 പ്ലസ് n ഇൻറ്റു 9 9n മൈനസ് 9. ഓക്കെ, 19 മൈനസ് 9 എന്തെന്ന് കിട്ടും? 10 പ്ലസ് 9n. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? വേരിയബിൾ ഉള്ള ടേം ഫസ്റ്റ് എഴുതാം. 9n പ്ലസ് 10 എന്ന് എഴുതാം. ഇത് ഏത് ഫോമിലായിട്ട് മാറി? xn ഈക്വൽ ടു
എക്സ് എൻ ഈക്വൽ ടു എ എൻ പ്ലസ് ബി എന്നുള്ള ഫോമുലായി. എ എൻ പ്ലസ് ബി എന്നുള്ള ഫോമുലാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ സീക്വൻസിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ആണ് ഇത്. നോക്കാം, എന്നിന്റെ സ്ഥാനത്ത് നമുക്ക് 1 ഇട്ട് നോക്കാം. 9 × 1 9 പ്ലസ് 10 എന്തെന്ന് കിട്ടും? 19. അതാണ് ഇതിന്റെ ഫസ്റ്റ് ടൈം. എന്നിന്റെ സ്ഥാനത്ത് നമുക്ക് സെക്കൻഡ് 2 ഇട്ട് കൊടുക്കാം. 2 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 9 × 2 18. 18 പ്ലസ് 10 എന്ന് പറയുന്നത് 28. അതിന്റെ n എന്ന് പറയുന്നത് ഏത് പദമാണോ ആ നമ്പർ. ഓക്കെ, എന്റെ ടൈം എന്ന് പറയുന്നത് 9n പ്ലസ് 10 എന്ന് കിട്ടി. അതായത് ഈ സീക്വൻസിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ആണ് 9n പ്ലസ് 10 എന്ന് പറയുന്നത്. ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? എഫ് പ്ലസ് എൻ മൈനസ് 1 × d. അതിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ച എന്താണ്? dn പ്ലസ് എഫ് മൈനസ് ഡി. എക്സ് എൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? dn പ്ലസ് എഫ് മൈനസ് ഡി. ഒരു അരിത്തമാറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടൈമും കോമൺ ഡിഫറൻസും ഉണ്ടെങ്കിൽ നമുക്കതിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് പേജ് നമ്പർ 24 എക്സസൈസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലം. ദ 8th term of an arithmetic sequence is 12 and 12th term is 8. What is the algebraic expression of this sequence? എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു അരിത്തമാറ്റിക് സീക്വൻസിന്റെ 8th term എന്ന് പറയുന്നത് 12 ആണ്. 12th term എന്ന് പറയുന്നത് 8 ആണ്. ആ അരിത്തമാറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എഴുതണം. ഓൾജിബ്രിക് എക്സ്പ്രഷൻ എഴുതണമെങ്കിൽ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും വേണം. ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? 8th ടേമും 12th ടേമും തന്നിട്ടുണ്ട്. നമ്മൾ തൊട്ട് മുന്നിൽ പൊസിഷൻ ആൻഡ് ടേം എന്നുള്ള പോർഷൻ പഠിച്ചപ്പോഴും 2 ടേമും അതിന്റെ പൊസിഷനും ഉണ്ടെങ്കിൽ അതിന്റെ കോമൺ ഡിഫറൻസും ഏത് ടേം വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാമെന്ന് തൊട്ട് മുന്നിലത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. പൊസിഷൻ ഡിഫറൻസിന്റെയും കോമൺ ഡിഫറൻസിന്റെയും പ്രോഡക്റ്റിന് ഈക്വൽ ആയിരിക്കും ടേം ഡിഫറൻസ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമുക്ക് കോമൺ ഡിഫറൻസ് എന്തെന്ന് എഴുതാം? കോമൺ ഡിഫറൻസ് ഈക്വൽ ടു ഡിഫറൻസ് ബിറ്റ്വീൻ ടേംസ് ബൈ ഡിഫറൻസ് ബിറ്റ്വീൻ പൊസിഷൻ എന്ന് പറയാം. ഓക്കെ, ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എന്താ? 12th ടേം 8 ആണ്. 8 മൈനസ് 8th ടേം. 8th ടേം എന്താ? 12 ഡിവൈഡഡ് ബൈ പൊസിഷൻ. പൊസിഷൻ ഏതാ? 12th പൊസിഷനും 8th പൊസിഷനും. ഓക്കെ, ഈക്വൽ ടു 8 മൈനസ് 12 ഈക്വൽ ടു -4. 12 മൈനസ് 8 ഈക്വൽ ടു 4 ഈക്വൽ ടു -1 എന്ന് കിട്ടും. കോമൺ ഡിഫറൻസ് നമുക്ക് -1 എന്ന് കിട്ടി. ഇനി കോമൺ ഡിഫറൻസ് അറിയാമെങ്കിൽ നമുക്ക് ഏത് ടേം വേണമെങ്കിലും കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് എന്തെന്ന് കിട്ടി? 1 ആണ്. ഫസ്റ്റ് ടേമിന്റെ കൂടെ 7 ടൈംസ് കോമൺ ഡിഫറൻസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 8th ടേം കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ 8th ടേമിനെ x8 എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ടേമിന്റെ കൂടെ എഫ് പ്ലസ് ഫസ്റ്റ് ടേമിന്റെ കൂടെ 7 ടൈംസ് അതിന്റെ കോമൺ ഡിഫറൻസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് 8th ടേം എന്ന് പറയുന്നത്. അതായത് 8 ഈക്വൽ ടു എഫ് പ്ലസ് 7d എന്ന് കിട്ടും. x8 എന്ന് പറയുന്നത് 8th ടേം എന്താണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്? 12 ആണ്. 12 ഈക്വൽ ടു ഫസ്റ്റ് ടേം നമുക്ക് കണ്ടുപിടിക്കണം. എഫ് അതുപോലെ ഇടുന്നു പ്ലസ് 7 ഇൻറ്റു ഡി എത്രയാണ്? -1 ഈക്വൽ ടു 12 ഈക്വൽ ടു എഫ് പ്ലസ് എഫ് മൈനസ് 7 ഇൻറ്റു -1 -1 7 എഫ് മൈനസ് 7. therefore എഫ് ഈക്വൽ ടു 12 പ്ലസ് 7 എന്ന് കിട്ടും. 12 പ്ലസ് 7 എത്രയാ? 19 എന്ന് കിട്ടും. ഫസ്റ്റ് ടൈം 19 എന്ന് കിട്ടി. ഓക്കെ, ഫസ്റ്റ് ടൈം 19 എന്ന് കിട്ടി. കോമൺ ഡിഫറൻസും കിട്ടി. അങ്ങനെയെങ്കിൽ ഇതിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എഴുതിക്കൂടെ? ഓൾജിബ്രിക് എക്സ്പ്രഷൻ xn ഈക്വൽ ടു, ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനുള്ള കാര്യം നമ്മൾ പറഞ്ഞു. എന്താണ്? xn ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡി. ഓക്കെ, ഡി എത്രയാ? -1. n അതേപോലെ ഇടുന്നു. പ്ലസ് എഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം, അതെത്രയാ? 19 മൈനസ് കോമൺ ഡിഫറൻസ് -1. ഓക്കെ, ഈക്വൽ ടു മൈനസ് n എന്ന് പറയുന്നത് -1n എന്ന് പറയുന്നത് -n പ്ലസ് 19 മൈനസ് -1 19 പ്ലസ് 1 ഈക്വൽ ടു -n പ്ലസ് 20 എന്ന് കിട്ടി. നമ്മൾ
പ്ലസ് ഉള്ള ടൈം ആദ്യം ഇടുന്നു. അതിനെ നമുക്ക് 20 + 20 - n എന്ന് കിട്ടും. ഓക്കെ, xn = 20 - n എന്ന് കിട്ടി. ഈ അരിത്തമാറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ആണ് 20n - n എന്ന് പറയുന്നത്. നമ്മളോട് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 8th ടേമും 12th ടേമും തന്നു. അതിൽ നിന്ന് ഈ സീക്വൻസിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനായിരുന്നു. നമ്മൾ തൊട്ട് മുന്നേ പൊസിഷൻ ആൻഡ് ടേം എന്നുള്ള പോർഷൻ പഠിച്ചതിൽ നിന്ന് കോമൺ ഡിഫറൻസ് = ഡിഫറൻസ് ഓഫ് ടേം ഡിവൈഡ് ബൈ ഡിഫറൻസ് ഓഫ് പൊസിഷൻ ആണെന്ന് പറഞ്ഞു. അതിൽ നിന്ന് നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചു. കോമൺ ഡിഫറൻസ് അറിയാമെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഫസ്റ്റ് ടേം കണ്ടുപിടിച്ച് f = 19 എന്ന് കിട്ടി. ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും അറിയാമെങ്കിൽ ഒരു സീക്വൻസിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എഴുതാം. ഓൾജിബ്രിക് എക്സ്പ്രഷൻ എഴുതാനുള്ള ഇക്വേഷനാണ് dn + f - d എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെ അതിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ, ഈ സീക്വൻസിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ നമുക്ക് എന്തെന്ന് കിട്ടി? 20 - n എന്ന് കിട്ടി. The bird problem in class 8 can be slightly changed as follows. One bird said, we and we again together with half of us and half of that, and one more is a natural number. Write all the possible numbers of birds starting from the least. For each of these, write the sum told by the bird also. നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചേക്കുന്ന ഒരു പ്രോബ്ലം ആണ്. ആ പ്രോബ്ലത്തിൽ പറയുന്നത് ഞങ്ങളും വീണ്ടും ഞങ്ങളും പിന്നെ ഞങ്ങളുടെ പകുതിയും അതിന്റെ പകുതിയും 1ഉം കൂടെ ചേർന്നാൽ ഒരു നാച്ചുറൽ നമ്പർ ആണെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ ബേർഡ്സിന്റെ എണ്ണവും ബേർഡ്സിന്റെ നമ്പേഴ്സ് ഒരു സീക്വൻസ് ആയിട്ട് എഴുതണം. അതുപോലെ തന്നെ അതിന്റെ ബേർഡ്സിന്റെ സമ്മിന്റെ നമ്പേഴ്സും ഒരു സീക്വൻസ് ആയിട്ട് എഴുതണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, എന്താ പറഞ്ഞേക്കുന്നത്? ഞങ്ങളും. അങ്ങനെയെങ്കിൽ ബേർഡ്സിന് നമുക്ക് എത്ര ബേർഡ്സ് ഉണ്ടെന്ന് അറിയത്തില്ല. അതുകൊണ്ട് നമുക്ക് ബേർഡ്സിനെ x എന്ന് എഴുതാം. ബേർഡ്സിന്റെ നമ്പർ x എന്ന് എടുത്താൽ വി ആൻഡ് വി അഗെയിൻ, ഞങ്ങളും വീണ്ടും ഞങ്ങളും, x + x. പിന്നെന്താ? ഞങ്ങളുടെ പകുതി x/2. ഞങ്ങളും വീണ്ടും ഞങ്ങള് പിന്നെ ഞങ്ങളുടെ പകുതി. പിന്നെന്താ? ആ പകുതിയുടെ പകുതി, അതായത് x/2/2 അതെന്ന് പറയുന്നത് എന്താ? x/4. അതിന്റെ പകുതി +1. 1 ചേർന്നാല് ഒരു നാച്ചുറൽ നമ്പർ ആണെന്ന്. ഓക്കെ, ഇതിനെ നമുക്ക് നോക്കാം. x + x എന്താ? 2x പ്ലസ് x/2 + x/4. x/2 + x/4. ഇതിന്റെ LCM കാണുന്നു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, 2 × 4 8. 4x + 2x = 6x/8 എന്ന് കിട്ടും. വീണ്ടും ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 3x/4 എന്ന് കിട്ടും. 3x/4 എന്ന് കിട്ടും. ഓക്കെ, 2x + 3x/4 + 1 + 1 എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ ആണ്. ഓക്കെ, വീണ്ടും 2x + 3x/4 ഇതിനെങ്ങനെ ചെയ്യാം? = മുമ്പേ ചെയ്ത പോലെ തന്നെ ഡിനോമിനേറ്ററിൽ 4, 8x + 3x = 11x/4 എന്ന് കിട്ടും. 11x/4 പിന്നെ 1 + 1 = ഒരു നാച്ചുറൽ നമ്പർ. നമുക്കിതിൽ നിന്ന് 11x/4 + 1 എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ ആണെന്ന് കിട്ടി. നമുക്കിനി ഇതിനെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 11x/4 + 1 എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. n എന്നൊരു നാച്ചുറൽ നമ്പർ ആയിട്ട് വരണമെങ്കിൽ എന്തായിരിക്കും? ഈ x ഇവിടെ എന്ത് വരണം? ഒരു 4ന്റെ ഡിനോമിനേറ്ററിൽ 4 ആണ്. അതൊരു നാച്ചുറൽ നമ്പർ ആവണമെങ്കിൽ ഇവിടെ ഒരു 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. x എന്ന് പറയുന്നത് 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അതായത് നമുക്ക് 4ന്റെ മൾട്ടിപ്പിൾ നോക്കാം. x = 4 നോക്കാം. x = 4 ആണെങ്കിൽ എന്ത് കിട്ടും? 11 × 4/4 + 1
എത്ര കിട്ടും? 11 4 ഉം 4 ഉം ക്യാൻസലായി 11 + 1 എന്ന് പറയുന്നത് 12 എന്ന് കിട്ടും. ഓക്കെ, വീണ്ടും നമുക്ക് ചെയ്യാം. അടുത്ത എക്സ് എന്ന് പറയുന്നത് 4ന്റെ തന്നെ മൾട്ടിപ്പിൾ ആയിരിക്കണം. 4ന്റെ മൾട്ടിപ്പിൾ അടുത്ത ഏതാണ്? 8. 8 = 11 × 8/4 + 1. 8 ഉം 4 ക്യാൻസൽ ചെയ്യുന്നു, 2 എന്ന് കിട്ടും. 11 × 2 22. 22 + 1 എത്രയാ? 23 എന്ന് കിട്ടും. നെക്സ്റ്റ് നമ്പർ എത്രയാ? എക്സിന് 4ന്റെ മൾട്ടിപ്പിൾ ആയ 12 എത്രയായിരിക്കും? 11 × 12/4 + 34 എന്ന് കിട്ടും. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എക്സ് എന്ന് പറയുന്നത് എക്സ് എന്ന് നമ്മൾ എന്താണ് എടുത്തത്? എക്സ് എന്ന് പറയുന്നത് ബേർഡ്സിന്റെ നമ്പറാണ് നമ്മൾ എക്സ് എന്ന് എടുത്തത്. ബേർഡ്സിന്റെ നമ്പരും അതിന്റെ സമ്മും ഓരോ അരിത്തമാറ്റിക് സീക്വൻസ് ആയിട്ട് എഴുതാൻ നമുക്ക് പറഞ്ഞു. കൂടാതെ അതിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷനും കണ്ടുപിടിക്കാൻ പറഞ്ഞു. ബേർഡ്സിന്റെ നമ്പേഴ്സ് ഏതൊക്കെയാ? ബേർഡ്സിന്റെ സീക്വൻസ് ഏതൊക്കെയാ? അതായത് ഈ എക്സ് = ബേർഡ്സ് എന്ന് പറയുന്നത് എന്താ? ബേർഡ്സിന്റെ നമുക്ക് എന്തെന്ന് എഴുതാം? 4 8 12 etc. എന്ന് എഴുതാം. ഓക്കെ, അതിന്റെ സമ്മിന് നമുക്ക് എന്തെന്ന് എഴുതാം? സമ്മിന്റെ സീക്വൻസിന് എത്രയൊക്കെയാ കിട്ടിയിരിക്കുന്നത്? 12 23 34 etc. എന്ന് എഴുതാം. ഓക്കെ, ബേർഡ്സ് ഇതിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും വേണം. കോമൺ ഡിഫറൻസ് എത്രയാണ്? D = 8 - 4 എന്ന് പറയുന്നത് 4 ആണ്. ഫസ്റ്റ് ടേം എഫ് എന്താണ്? F = 4. അങ്ങനെയെങ്കിൽ xn കോമൺ ഓൾജിബ്രിക് എക്സ്പ്രഷൻ xn = dn + f - d എന്ന് എഴുതാം. ഓക്കെ, d എന്താ? 4. 4n + f എന്താ? 4. 4 - 4 = 4n എന്ന് കിട്ടി. xn = 4n എന്ന് കിട്ടി. ബേർഡ്സിന്റെ സമ്മ് എഴുതിയിട്ടുണ്ട്. അതിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാം. xn കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും വേണം. ഫസ്റ്റ് തന്നെ f = 12 ആണ്. d എന്ന് പറയുന്നത് എന്താണ്? 23 - 12 എന്ന് പറയുന്നത് 11. ഓക്കെ, dn + f - d = d എന്ന് പറയുന്നത് 11. 11n + 12 - 11 30. 11n + 1 എന്ന് കിട്ടി. xn = 11n + 1 എന്ന് കിട്ടി. നമ്മൾ ആ ബേർഡ്സിന്റെ നമ്പേഴ്സും സീക്വൻസ് ആയിട്ട് എഴുതി, അതിന്റെ സമ്മും സീക്വൻസ് ആയിട്ട് എഴുതി, അതിന്റെ രണ്ടിന്റെയും ഓൾജിബ്രിക് എക്സ്പ്രഷനും കണ്ടുപിടിച്ചു. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പ്രൂവ് ദാറ്റ് ദി അരിത്തമാറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം 1/3 ആൻഡ് കോമൺ ഡിഫറൻസ് 1/6 കണ്ടെയ്ൻ ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. ഫസ്റ്റ് ടേം 1/3 കോമൺ ഡിഫറൻസ് 1/6 ഉള്ള ഒരു അരിത്തമാറ്റിക് സീക്വൻസിനകത്ത് എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഉണ്ടെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാം. അതായത് xn = dn + f - d. ഓക്കെ, d എന്ന് പറയുന്നത് 1/6n + f എന്താണ്? 1/3 - 1/6 = 1/6n + 1/3 - 1/6 എത്ര? 1/6 എന്ന് കിട്ടും. നമുക്ക് എങ്ങനെ എഴുതാം? n + 1. ഇതിനകത്ത് 1/6 കോമൺ ആയതുകൊണ്ട് n + 1/6 ആണ് ഇതിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ. അതായത് xn = n + 1/6 എന്ന് കിട്ടും. നമുക്ക് എന്താണ് വേണ്ടത്? ഈ അരിത്തമാറ്റിക് സീക്വൻസിനകത്ത് എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഉണ്ടെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാ? 1 2 3 4 etc. അതാവണമെങ്കിൽ, അങ്ങനെ കിട്ടണമെങ്കിൽ എന്തായിരിക്കണം? ന്യൂമറേറ്ററിൽ 6ന്റെ മൾട്ടിപ്പിൾ വരണം.
6ന്റെ മൾട്ടിപ്പിൾ വരണമെങ്കിൽ എന്നിന് എന്ത് വാല്യൂ കൊടുക്കണം? അതായത് 6 ന്യൂമറേറ്ററിൽ 6ന്റെ മൾട്ടിപ്പിൾ, അതായത് ഇവിടെ ന്യൂമറേറ്ററിൽ 6 വന്നാലേ 6/6 എന്ന് പറയുന്ന 1 കിട്ടത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ന്യൂമറേറ്ററിൽ 6ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം എപ്പോഴും വരുന്നത്. ഇവിടെ 6ന്റെ മൾട്ടിപ്പിൾ ഫസ്റ്റ് നമ്പർ ഏതാ? 6 വരണമെങ്കിൽ എന്നിന് എന്ത് കൊടുക്കണം? എന്നിന് നമ്മൾ ആദ്യം 5 കൊടുക്കണം. n equal to 5. എന്നിന് 5 കൊടുത്താൽ എന്ത് കിട്ടും? 5 plus 1/6 equal to 6/6 1 എന്ന് കിട്ടി. നെക്സ്റ്റ് ഏതാ? നെക്സ്റ്റ് 6ന്റെ മൾട്ടിപ്പിൾ 12 വരണം. 12 വരണമെങ്കിൽ എന്നിന്റെ സ്ഥാനത്ത് എന്ത് വരണം? 11 വരണം. n equal to 11. 11 വരുമ്പോൾ 11 plus 1/6 equal to 12/6 equal to 2 എന്നിട്ട്. നെക്സ്റ്റ് n equal to 6ന്റെ മൾട്ടിപ്പിൾ വരണമെങ്കിൽ n equal to 17 വരണം. 17 plus 1/6 equal to 18/6 equal to 3 എന്ന് കിട്ടും. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം n plus 1/6 എന്നുള്ള സീക്വൻസ് എന്ന് പറയുന്ന ഒരു ഓൾജിബ്രിക് എക്സ്പ്രഷന്റെ അരിത്തമാറ്റിക് സീക്വൻസിൽ എല്ലാ നാച്ചുറൽ നമ്പേഴ്സും വരുമെന്ന് നമ്മളിവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ആണ്, പ്രൂവ് ദാറ്റ് ദ അരിത്തമാറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം 1/3 ആൻഡ് കോമൺ ഡിഫറൻസ് 2/3 contain all odd numbers but no even numbers. ഫസ്റ്റ് നമ്പർ 1/3 കോമൺ ഡിഫറൻസ് 2/3 ഉള്ള ഒരു അരിത്തമാറ്റിക് സീക്വൻസിൽ ഓഡ് നമ്പേഴ്സ് എല്ലാം ഉണ്ട്, പക്ഷെ ഈവൻ നമ്പേഴ്സ് ഇല്ല എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്പറും കോമൺ ഡിഫറൻസും ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാം. എന്താണ്? xn equal to dn plus f minus d. ഫസ്റ്റ് കോമൺ ഡിഫറൻസ് 2/3, n അതേപോലെ ഇരുന്നു, പ്ലസ് f 1/3 മൈനസ് 2/3. ഓക്കെ, ഈക്വൽ ടു 2/3 n പ്ലസ് ഈ രണ്ട് ഫ്രാക്ഷന്റെയും ഡിനോമിനേറ്റർ ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. 1 - 2 എഴുതാം. 1 - 2 എന്ന് പറയുന്നത് എത്രയാണ്? -1/3 എന്ന് എഴുതാം. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 2n - 1/3 എന്ന് എഴുതാം. ഇവിടെ നമുക്ക് നോക്കിയേ, എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? അരിത്തമാറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് നമ്പറും കോമൺ ഡിഫറൻസും തന്നു. ആ അരിത്തമാറ്റിക് സീക്വൻസിൽ ഓഡ് നമ്പേഴ്സ് പാടില്ല, ഈവൻ നമ്പേഴ്സ് മാത്രം വരണം. അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. ഏതൊരു നമ്പറിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് എപ്പോഴും എന്ത് തന്നെ ആയിരിക്കും? ഒരു ഈവൻ നമ്പർ ആയിരിക്കും. ഏതൊരു നമ്പറിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതൊരു ഈവൻ നമ്പർ ആയിരിക്കും. ഈവൻ നമ്പറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഒരു ഓഡ് നമ്പറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും അതൊരു ഈവൻ നമ്പർ ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. അതിൽ നിന്നും 1 മൈനസ് ചെയ്താൽ എന്തായിരിക്കും? ഒരു ഈവൻ നമ്പറിൽ നിന്ന് 1 മൈനസ് ചെയ്താൽ എന്തായിരിക്കും? 2 എന്ന് പറയുന്ന ഒരു ഈവൻ നമ്പർ, അതിൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 1 ആണ്, അതൊരു ഓഡ് നമ്പർ ആണ്. 4 എന്ന് പറയുന്ന ഒരു ഈവൻ നമ്പർ, അതിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്താൽ എന്തായിരിക്കും? 3 ആയിരിക്കും, അതൊരു ഓഡ് നമ്പർ ആയിരിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം 2n - 1 എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ ആയിരിക്കും. അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് തന്നെ ആയിരിക്കും? അതൊരു ഓഡ് നമ്പർ തന്നെയായിരിക്കും. നമുക്ക് ഇതിൽ നിന്ന് തന്നെ പറയാം ഇതിനകത്ത് ഈവൻ നമ്പേഴ്സ് ഒന്നും വരത്തില്ല, ഓഡ് നമ്പേഴ്സ് മാത്രമേ വരത്തുള്ളൂ. എങ്ങനെ വരും? എന്നിന് ഏതൊക്കെ വാല്യൂസ് കൊടുത്താലായിരിക്കും നമുക്ക് ഓഡ് നമ്പേഴ്സ് വരുന്നത് നോക്കാം. ഫസ്റ്റ് n ഈക്വൽ ടു, ഇവിടെ എന്ത് വരണം? ന്യൂമറേറ്ററിൽ 3യുടെ മൾട്ടിപ്പിൾ വരണം. 3യുടെ മൾട്ടിപ്പിൾ വരണമെങ്കിൽ 2 × 2 കൊടുത്താലേ 4 വരത്തുള്ളൂ. n ഈക്വൽ ടു 2 കൊടുക്കുന്നു. അതായത് 2 × 2 - 1/3 എന്തെന്ന് കിട്ടും? 2 × 2 4, 4 - 1 3/3 1. ഓക്കെ, ഇനി എന്നിന് നമുക്ക് എന്തെന്ന് കൊടുക്കാം? 5 കൊടുക്കണം. 5 × 2 - 1/3 എന്തെന്ന് കിട്ടും? 5 × 2 10, 10 - 1 9, 9/3 3. നെക്സ്റ്റ് n ഈക്വൽ ടു 8.
8 into 2 minus 1 by 3 equal to 8 into 2 എന്ന് പറയുന്നത് 16, 16 minus 1 15, 15 by 3 5. നമുക്ക് പറയാം ഈ അരിത്തമാറ്റിക് സീക്വൻസിൽ എല്ലാ ഓഡ് നമ്പേഴ്സും വരും, പക്ഷേ ഒരു ഈവൻ നമ്പേഴ്സും വരത്തില്ല. നമ്മുടെ ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പ്രൂവ് ദാറ്റ് ദ സ്ക്വയേഴ്സ് ഓഫ് all the term of the arithmetic sequence 4, 7, 10 etc. belong to the sequence. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 4, 7, 10 എന്ന് പറയുന്ന ഒരു സീക്വൻസിനകത്ത് ഈ സീക്വൻസിൽ ഉണ്ടെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇതിൽ നമുക്ക് ഇതിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എഴുതാം. ഫസ്റ്റ് ടൈം നമുക്കറിയാം 4 ആണ്. കോമൺ ഡിഫറൻസ് എന്താ? 7 മൈനസ് 4 ഈക്വൽ ടു 3. ഡിഫറൻസ് 3 എന്നും നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്താ? xn ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡി. ഓക്കെ, ഡി എന്താ? 3n പ്ലസ് എഫ് 4 മൈനസ് 3 ഈക്വൽ ടു 3n പ്ലസ് 1 എന്ന് കിട്ടും. അതായത് 3n പ്ലസ് nth ടൈം xn ഈക്വൽ ടു 3n പ്ലസ് 1 എന്ന് കിട്ടി. അതായത് ഏതൊരു നമ്പറിനെയും ഈ സീക്വൻസിലുള്ള ഏത് നമ്പർ എടുത്താലും അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ റിമൈൻഡർ 1 കിട്ടും. ഈ സീക്വൻസിലുള്ള ഏത് നമ്പേഴ്സ് എടുത്താലും അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ റിമൈൻഡർ 1 കിട്ടും. നമുക്ക് നോക്കാം. 4 എന്ന് പറയുന്ന നമ്പർ, 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 കിട്ടും. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്? ഈ നമ്പേഴ്സിന്റെ സ്ക്വയർ എടുത്താലും അത് ഈ സീക്വൻസിൽ ഉണ്ടെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ഓൾജിബ്രിക് എക്സ്പ്രഷന്റെ സ്ക്വയർ എടുക്കാം. അതായത് xn സ്ക്വയർ എടുക്കുന്നു. ഓക്കെ, 3n മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. നമുക്കറിയാം a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്താ? a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. ആ രീതിയിൽ നമ്മൾ ഇതിനെ എഴുതിയാൽ എയുടെ സ്ഥാനത്ത് 3n ഉം ബിയുടെ സ്ഥാനത്ത് 1. 3n സ്ക്വയർ, 3യുടെ സ്ക്വയർ 9, n സ്ക്വയർ n സ്ക്വയർ, 9n സ്ക്വയർ മൈനസ് 2ab 2 ഇൻറ്റു 3n 6n ഇൻറ്റു 1 6 പ്ലസ് 1ന്റെ സ്ക്വയർ, 1ന്റെ സ്ക്വയർ എത്രയാ? മൈനസ് 1ന്റെ സ്ക്വയർ എത്രയാ? 1. 9n സ്ക്വയർ മൈനസ് 6n പ്ലസ് 1 എന്ന് കിട്ടും. ഈ ഒരു ടേമിൽ 9n പ്ലസ് 6n കോമൺ ആയിട്ട് 3 എടുക്കാം. കോമൺ ആയിട്ട് 3 ഉണ്ട്, നമ്മൾ അതുകൊണ്ട് ഇതിനെ 3 പുറത്തെടുക്കുന്നു. എന്ത് കിട്ടും? 3 ഇൻറ്റു 3 9, 3n സ്ക്വയർ മൈനസ് 2n പ്ലസ് 1 എന്ന് എഴുതി. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ എന്താ? ഇതിനെ an പ്ലസ് ബി എന്നുള്ള രീതിയിലാണ്. ഇത് an പ്ലസ് ബി എന്നുള്ള രീതിയിലാണ്. ഏത് ടേം എടുത്താലും 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എന്ത് കിട്ടും? 1 കിട്ടും. ഇതിനകത്ത് എന്ത് തന്നെ പറഞ്ഞേക്കുന്നത്? ഇതിന്റെ നമ്പേഴ്സിന്റെ ഈ അരിത്തമാറ്റിക് സീക്വൻസിനകത്തും പറഞ്ഞേക്കുന്നത് ഇതിൽ ഏത് നമ്പേഴ്സ് എടുത്താലും 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 റിമൈൻഡർ കിട്ടും. ഇതിനകത്തും 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 റിമൈൻഡർ കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇതിന്റെ സ്ക്വയേഴ്സ് എടുത്താലും ഇതിന്റെ സ്ക്വയേഴ്സ് ഈ അരിത്തമാറ്റിക് സീക്വൻസിൽ ഉണ്ടെന്ന് നമുക്ക് പറയാം. ഓക്കെ, സിക്സ്ത് പ്രോബ്ലം. പ്രൂവ് ദാറ്റ് ദി അരിത്തമാറ്റിക് സീക്വൻസ് 5, 8, 11 contain no perfect squares. അതായത് 5, 8, 11 എന്ന് പറയുന്ന സീക്വൻസില് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഇല്ലെന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്പർ ഉണ്ട് എഫ് എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്പർ 5ഉം കോമൺ ഡിഫറൻസ് എന്താ? 8 മൈനസ് 5 എത്രയാണ്? 3. അങ്ങനെയെങ്കിൽ നമുക്കിതിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എഴുതാം. ഓൾജിബ്രിക് എക്സ്പ്രഷൻ xn ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡി. ഓക്കെ, ഡി എന്താണ്? 3. 3n പ്ലസ് ഫസ്റ്റ് ടൈം 5 മൈനസ് 3. ഓക്കെ, ഈക്വൽ ടു 3n പ്ലസ് 2 എന്ന് നമുക്ക് എഴുതാം. ഈ സീക്വൻസിലുള്ള ഏത് നമ്പേഴ്സിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 2 കിട്ടണം. അങ്ങനെയുള്ള സീക്വൻസ് ആയിരിക്കും, അങ്ങനെയുള്ള നമ്പേഴ്സ് ആയിരിക്കും ഈ സീക്വൻസിൽ വരുന്നത്.
നമുക്കറിയാം പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഏതൊക്കെയാണ്? 1, 4, 9, 16, 25, 36, 49 എക്സെട്ര. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് നിങ്ങൾക്ക് അറിയാം. ഇതിനകത്തുള്ള നമ്പേഴ്സ് ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇതിനകത്ത് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഈ സീക്വൻസിൽ വരുന്നില്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 2 കിട്ടുമോ എന്ന് നമുക്ക് നോക്കിയാൽ മതി. 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 റിമൈൻഡർ കിട്ടില്ല. 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 3 കിട്ടുമോ? ഇല്ല. റിമൈൻഡർ 2 കിട്ടുമോ? ഇല്ല. 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 2 കിട്ടുമോ? ഇല്ല. 16നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 2 കിട്ടുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ ഒരു അരിത്തമാറ്റിക് സീക്വൻസിൽ ഒരു പെർഫെക്റ്റ് സ്ക്വയേഴ്സും അടങ്ങത്തില്ല, ഒരു പെർഫെക്റ്റ് സ്ക്വയേഴ്സും വരത്തില്ല എന്ന് നമുക്ക് പ്രൂവ് ആയി കഴിഞ്ഞു. 7th പ്രോബ്ലം നോക്കാം. Write the whole numbers in the arithmetic sequence 11/8, 14/8, 17/8, etc. Do they form an arithmetic sequence? Okay. ഈ അരിത്തമാറ്റിക് സീക്വൻസിൽ വരുന്ന ഓൾ നമ്പേഴ്സ് എഴുതണം. ആ ഓൾ നമ്പേഴ്സ് ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആണോ എന്നും പ്രൂവ് ചെയ്യണം. ഓക്കെ. ഈ സീക്വൻസിന്റെ ഫസ്റ്റ് ടൈം എന്താണ്? ഫസ്റ്റ് ടൈം f = 11/8. കോമൺ ഡിഫറൻസ് എന്താണ്? കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 14/8 മൈനസ് 11/8. 14/8 മൈനസ് 11/8. രണ്ടിന്റെയും ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ഡിനോമിനേറ്റർ അതേപോലെ എഴുതുന്നു. 14 മൈനസ് 11 എന്ന് പറയുന്നത് 3. 3/8 ആണ് ഇതിന്റെ കോമൺ ഡിഫറൻസ്. ഓക്കെ, നമുക്ക് നോക്കാം. അങ്ങനെയെങ്കിൽ ഇതിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ നമുക്ക് എഴുതാം. ഓൾജിബ്രിക് എക്സ്പ്രഷൻ xn = dn പ്ലസ് f മൈനസ് d. ഓക്കെ, d എന്ന് പറയുന്നത് 3/8. 3/8 n പ്ലസ് ഫസ്റ്റ് ടൈം എന്താ? 11/8 മൈനസ് 3/8. ഓക്കെ, 3/8 n പ്ലസ് 11/8 മൈനസ് 3/8 8/8 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ നമുക്ക് 3/8 n പ്ലസ് 1 എന്ന് കിട്ടും. ഓക്കെ, നമ്മളോട് പറഞ്ഞേക്കുന്നത് ഈ സീക്വൻസിന്റെ ഓൾജിബ്രിക് ഈ സീക്വൻസിൽ വരുന്ന ഓൾ നമ്പേഴ്സിന്റെ സീക്വൻസ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ അരിത്തമാറ്റിക് സീക്വൻസ് ഇതിൽ ഒരു ഓൾ നമ്പർ വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ന്യൂമറേറ്ററിൽ 8ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. 8ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ മാത്രമേ എന്ത് വരത്തുള്ളൂ? ഇതൊരു ഓൾ നമ്പർ ആയിട്ട് വരത്തുള്ളൂ. നമുക്ക് നോക്കാം. 8ന്റെ മൾട്ടിപ്പിൾസ് ഇട്ട് നോക്കാം. n-ന് 8ന്റെ മൾട്ടിപ്പിൾ ആയ 8 കൊടുക്കും. ഫസ്റ്റ് മൾട്ടിപ്പിൾ 8 കൊടുക്കുന്നു. ഓക്കെ, 8 = 3/8 × 8 പ്ലസ് 1. എന്തായിട്ട് 8 8ഉം പോയി 3 + 1 = 8 8ഉം ക്യാൻസൽ ആയി 3 + 1 = 4. നെക്സ്റ്റ് എന്ന് പറയുന്നത് n = 8ന്റെ മൾട്ടിപ്പിൾ 16. 16 ആയാൽ 3 × 16/8 പ്ലസ് 1. 16ഉം 8ഉം ക്യാൻസൽ ആയി 2 വരും. 3 × 2 6. 6 + 1 7. നെക്സ്റ്റ് n = 24. 8ന്റെ മൾട്ടിപ്പിൾ ആയ 24 കൊടുക്കുന്നു. n = 24 = 3 × 24/8 പ്ലസ് 1. 3 × 3 9 പ്ലസ് 1 10 എന്ന് കിട്ടും. ഓക്കെ, ഏതൊക്കെ നമ്പേഴ്സ് ആണ് കിട്ടിയിരിക്കുന്നത്? 4 7 10 എക്സെട്ര എന്ന് പറയുന്ന നമ്പേഴ്സ് ആണ് നമുക്ക് കിട്ടിയത്. അതിനെ നമ്മൾ സീക്വൻസ് ആക്കുന്നു. സീക്വൻസ് ആക്കുമ്പോൾ 4 7 10 എന്ന് പറയുന്ന ഒരു സീക്വൻസ് കിട്ടും. ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അതിന് കോമൺ ഡിഫറൻസ് സെയിം ആണോ എന്ന് നോക്കിയാൽ അതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ് നമുക്ക് മനസ്സിലാകും. 7 - 4 എന്ന് പറയുന്നത് 3. 10 - 7 എന്ന് പറയുന്നത് 3. അതുകൊണ്ട് തന്നെ ഇതിന്റെ കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? d = 3 ആണ്. അതുകൊണ്ട് തന്നെ ഈ സീക്വൻസ് ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആണെന്ന് നമുക്ക് പറയാം.
നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ശ്രമിച്ചത് ഓൾജിബ്ര ഓഫ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ്. അരിത്തമാറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എങ്ങനെ എഴുതണം എന്നുള്ളതായിരുന്നു. അതുകൂടാതെ തന്നെ പേജ് നമ്പർ 24 എല്ലാ എക്സസൈസും നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ ഇടാവുന്നതാണ്. ഞങ്ങൾ അത് വന്ന് ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. കൂടാതെ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും നിങ്ങൾ മറക്കരുത്. അതിനടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അങ്ങനെയെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്